ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് പോലും ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴോ നാടിൻ്റെ പേര് ഈ ലോകം മൊത്തം എത്തിക്കാൻ കഴിയുന്നൊരു ഗായകനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. അതിനെയൊക്കെ ഇവിടെ എടുത്തിട്ട് ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടു നടന്ന് കൊട്ടി ഘോഷിച്ച് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരാൾ അങ്ങനെ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ വിപ്ലവകാരിയാണ്. അവൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊന്നും ശരിയല്ല. അവൻ പലവിധ സാധനം ഉപയോഗിക്കും. ഇന്നത്തെ കാലത്ത് ഈ കാട്ടുമൃഗങ്ങളെ അസ്ഥിയും ബാക്കി സാധനങ്ങളും ഇരിക്കാത്ത വീടുകളില്ല. സിനിമ നടന്മാരെ വീട്ടിലോ മുന്തിയവൻ്റെ വീട്ടിലോ എല്ലാം ഉണ്ട്. വാഹനങ്ങൾ തന്നെ എന്തിനേറെ പറയുന്നു, ഈ പറഞ്ഞ കഞ്ചാവ്, മയക്കുമരുന്ന്, എല്ലാവിധ വസ്തുക്കളും ഉന്നതര പാർട്ടിയിലെയും ഉന്നത കുടുംബത്തിലുള്ള ചെറുപ്പക്കാരെയാണ് കൂടുതലും പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ പിടിക്കുന്നത്? അവരെ അടിച്ചു വിട്ടേക്കുക. ഇത് കൊടുത്ത് സാധാരണപ്പെട്ട വേടന്മാർ, അതിൽ വരുന്ന ചെറു കുടുംബങ്ങളെ, കുട്ടികളെ തകർക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർ, കുട്ടികൾ, അവർക്കാണ് യഥാർത്ഥ വിദ്യാഭ്യാസമുള്ളത്. അവരിതേപോലുള്ള പ്രവൃത്തിയിലോട്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് സാധാരണപ്പെട്ടവർ നമ്മളെ എല്ലാ ജില്ലകളിലും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവരെ വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരവരുടേതായ രീതിക്ക് ഒരു ചെറിയ ചെറിയ ജോലി എന്തോരം സംഘടിപ്പിച്ച് അവർ ആ ജോലിയുടെ രീതിയിൽ പോകാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാതെ അവരൊരു കാരണവശാലും ഈ മാതിരി കൂട്ടുകെട്ടി പോകുന്നില്ല. അവരുടേതായ ടീമായിട്ടൊരു സംഘമായിട്ട് തിരിഞ്ഞ് അവരാണ് കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ അവരൊരു സംഘം ചേരുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കൊല്ലം ജില്ലയിൽ ഇതിലൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. ഊട്ടി കിഴക്കൻ മലയോര മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ വസ്തുക്കളും ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. സാധാരണ പുള്ളരൊന്നും അതിലില്ല. അവർ വേറെ രീതിയിൽ, അതായത് ഇവിടെ എന്തോ പറഞ്ഞത് കലയുടെ സ്ഥലമാണ് ഈ കൊല്ലം ജില്ല. ഈ വേടൻ കൊല്ലം ജില്ലയായിട്ട് ജനിക്കണമായിരുന്നു. കാരണം കുട്ടികൾ അവരവർക്ക് കിട്ടുന്ന പൈസകൾ വെച്ചിട്ട് തമ്പോലെ സെറ്റായാലും ശരി, ബാൻഡ് സെറ്റായാലും ശരി, ചെണ്ടയായാലും പീപ്പയായാലും ഒരുവിധ സാധനം കൊടുത്തിട്ട് ഫ്ലോട്ടിൻ്റെ ഒരു നാടാണ് നമ്മളെ കൊല്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഫ്ലോട്ടിനോട് അത്ര ഇതും DJ ലൈറ്റുകൾ, ഇമാതിരി പാട്ടുകൾ, ഉത്സവത്തിന് കുട്ടികൾ, സ്ത്രീകൾ എന്നോ പുരുഷന്മാരെന്നോ പ്രായമായിരുന്നോ കൊച്ചുകുട്ടികളൊന്നും ഇല്ലാതെ അവരിത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്ലോട്ട് തന്നെ ഉണ്ടല്ലോ, പീടി വിട്ട് പാട്ടും കാര്യങ്ങളും ലൈറ്റും ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആൾ കൂടുകയുള്ളൂ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഒരു യഥാർത്ഥ യൂത്തന്മാരും യഥാർത്ഥ വേടന്മാരും ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്സവാഘോഷങ്ങളിലൊക്കെ വരണം. പിള്ളേർ സെറ്റാണ് പോകുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറു പിള്ളേർക്ക് പോകാൻ പേടിയായിരുന്നു. നല്ല എച്ചി സ്ഥലത്തേ പോകും. ഇപ്പോൾ ദൂരെ സ്ഥലത്തായാലും പോയി ഇവർ നടന്നാലും പോയി ആ ആഘോഷത്തിൽ പങ്കെടുത്ത് വരുവാണ്. അപ്പോൾ വേടന്മാർ ഇഷ്ടംപോലെ കൊല്ലത്തുണ്ട്. വേടാ നീ പാട്, വേടൻ്റെ പറയാൻ പാടിയ പാട്ടകം പറയുമായിരുന്നു. ഉടുകൂട്ടി പാടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ നമ്മളെ ഈ കേരളത്തിൻ്റെ ഒക്കെ ഒരു അഭിമാനമായിരുന്നു. അതാ സമുദായത്തിൻ്റെ കളികളും കാര്യങ്ങളും. ഇപ്പോൾ അതെല്ലാം നേരെ മാറി. ഇപ്പോൾ ഇതെല്ലാം അങ്ങ് കാണണമെന്നുണ്ടെങ്കിൽ എവിടെ പോകേണ്ടത്? തിരുവനന്തപുരത്ത് പോകണം. അവിടെ മുണ്ടോക്കി കളിയുണ്ട്, കസേര പൊക്കി അടിയുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, അടിയുടെ കെശയാണ്. പൂരപ്പാട്ട്, ചീത്തവിളി, പിന്നെ വെള്ളം കൊണ്ടുള്ളൊരു പരിപാടി സർക്കാരിൻ്റെ. പിന്നെ ഉണ്ടകൾ, കണ്ണിൽ എരിയൊക്കെ മുളകൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു പരസ്യമായിട്ട്. ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. സർക്കാരല്ല, ഭരിക്കുന്ന ഭരണത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഇതൊരു മറ്റുള്ള അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരിതൊരു ആഘോഷമായിട്ട് എടുത്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൊറോണ വന്നപ്പോഴത്തേന് ഈ ഒരു ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയെന്നാണ് പറയുന്നത്. എവിടെ? അതൊക്കെ തോറ്റു പോകത്തേ ഉള്ളൂ. അതിനെക്കാട്ടിന് ശക്തമായ ആൾക്കാരുള്ള ഈ നാട്ടിൽ അതൊക്കെ എന്തോ വരുന്നത്. ഇതൊരു ശരി, ഒരു വ്യക്തിയെ നമ്മൾ ആക്ഷേപിക്കുന്ന മുമ്പേ നമ്മൾ കൊള്ളാമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോകണ്ട. അയാൾ എന്തിനാ? ജീവിക്കട്ടെ, ഒരു വ്യക്തിയല്ലേ. ദൈവത്തിൻ്റെ എല്ലാ മക്കളുമാണ്. കൽക്കി അവതാരമാണ് ഈ വേടന് സകല പിന്തുണയും. നിങ്ങൾ പരമാവധി ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വേടനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കാണാൻ പോയില്ല. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ വ്യത്യാസമുള്ളായിരുന്നു. വേടൻ വന്നിട്ടുണ്ടായിരുന്നു ഏരു നരസിംഹ ക്ഷേത്രത്തിൽ. അതിൻ്റെ തലേന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. രാത്രിയുടെ സമയങ്ങളിലൊന്നും ഉദയം ക്ഷേത്ര പരിപാടിക്ക് നിൽക്കത്തില്ല ഞാൻ അങ്ങനെ. അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അത് വലിയ വിഷമമുണ്ട്. പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയാ, ലൈക്ക് അടിക്കാൻ മടിയാ, ഷെയർ ചെയ്യാൻ മടിയാ, കാണാൻ മടിയൊന്നുമില്ല. ഇപ്പോഴെന്താ കാണുന്നുണ്ടല്ലോ, വേടനെ കണ്ടോണം കൺകുളിർക്ക്.